വെറുതെ പറഞ്ഞതല്ല, ആർക്കും അന്വേഷിക്കാം, നിങ്ങൾക്കും വേണമെങ്കിൽ അന്വേഷിച്ചോളൂ. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുടെ വഫാത്ത് അഖീറു അൽഫാദിൽ അദാനി മുഖാരിനു യംഫാസിഹിൽ ഉഖറല്ലതി ലം തുആഖബി. ശൈഖുനാ ശംസുൽ ഉലമ പള്ളി മിനാരത്തിൽ നിന്നുകൊണ്ട് സൂര്യന്റെ ബാങ്ക് ഉയരുമ്പോ അത് കേട്ടുകൊണ്ടല്ലേ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പരസ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചല്ലേ വിട പറഞ്ഞത്. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ അങ്ങനെ പരസ്യമായി തഹ്ലീൽ ഉച്ചരിച്ചല്ലേ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ഇത് തമാശയല്ല, ഇത് തമാശയല്ല, ഇത് തമാശയായിക്കൊണ്ട് കാണേണ്ട പരിപാടിയല്ല. അതേ ഭയമുള്ളവരെ, കണ്ണിയത്ത് ഉസ്താദിന്റെ മരണം ഇങ്ങനെയാ. ബഹുമാനപ്പെട്ട കെ ഉസ്താദ് നാട് കടപ്പുറത്ത് ജമിയത്തുൽ മുഅല്ലിമീന്റെ 50ാം വാർഷിക സമ്മേളനത്തിൽ സ്വാഗതം പറയേണ്ടിയിരുന്ന ജനറൽ കൺവീനർ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ദേഹാസ്വസ്ഥം വന്നു. അവിടെ നിന്നതാ വേദനയോടുകൂടി ഇറങ്ങിപ്പോകുന്നു. ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ മരണവാർത്ത സമൂഹത്തിന്റെ മുമ്പിലേക്ക് പറഞ്ഞപ്പോ പങ്കെടുത്തതായ ഒരുപാട് ആളുകൾ ഈ സദസ്സിലും ഉണ്ടാകുമല്ലോ. നാട് കടപ്പുറത്ത് തടിച്ചുകൂടിയ ആളുകൾക്ക് മുമ്പിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ അതാ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നു. കാണും ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ വെച്ചുകൊണ്ട് നിസ്കാരം നടന്നു. അതെ, ഇതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനം. ഇതിന് വേണ്ടി മാത്രമാണ്. ഇതിന്റെ അർത്ഥം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്നല്ല. സമസ്ത കാണിച്ചു തന്ന വഴിയുണ്ട്, സമസ്ത ഇവിടെ വരച്ച് കാണിച്ചു തന്ന മാർഗമുണ്ട്. ആ മാർഗത്തിലൂടെ സഞ്ചരിക്കണമെന്നർത്ഥം. അതിലൂടെ സഞ്ചരിച്ച് മെമ്പർഷിപ്പ് എടുത്തില്ലെങ്കിലും അവനും രക്ഷപ്പെടാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുക, അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക. അള്ളാഹു തആല കാണിച്ചതായ ആ വരച്ച് കാണിച്ചു തന്നതായ യഥാർത്ഥ പാണ്ഡാവിലൂടെ നടന്നു നീങ്ങുക. അല്ലാതെ അള്ളാഹു തആല ആദരിച്ചതായ അള്ളാഹുവിന്റെ സാദാത്യങ്ങൾ ഉദ്ഘാടനം ചെയ്ത പള്ളിയിൽ അത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു എന്ന കാരണം കൊണ്ട്, ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എന്ന കാരണം കൊണ്ട് അതിലേക്കൊന്ന് തിരിഞ്ഞു പോവാതെ അതിൽ പോയി വെറും ഒരു 2 റക്അത്ത് നിസ്കരിക്കുവാൻ പോലും വന്ന് ആ പരിപാടിക്ക് വേണ്ടി മാത്രം വന്ന, അതിനോടനുബന്ധിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം വന്ന ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട്, ആ തങ്ങന്മാരോടുള്ളതായ വിശേഷം കൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലേക്ക് വിശേഷം വാരി വിതറി അല്ലാഹു ആദരിച്ചതിനോട് അനാദരിക്കുവാൻ, അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ നിന്ദിക്കുവാനുള്ള പ്രവണതകളുമായി നടന്നു നീങ്ങുന്നത് അപകടകരമാണ്. ഇത് തമാശയല്ല, ഇത് ചില്ലറയായി കാണേണ്ടതല്ല. കുറ്റവാളികളായ ആളുകൾ റബ്ബിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന രംഗമുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുകയാ, വലൗ തറാ ഇദൽ മുജ്രിമൂന നഖിസു റൂസിഹിം മിൻ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ വലൗ ശിഅനാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ വലാകിൻ ഹഖൽ ഖൗലു മിന്നീ ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. കുറ്റവാളികളായ ആളുകൾ പറയുകയാ, അല്ലാഹുവിന്റെ മുമ്പിലൂടെ നടന്നു നീങ്ങുന്നതായ സമയത്ത് അവർ പറയുമത്രേ, റബ്ബനാ റബ്ബേ അബ്സർനാ, ഞങ്ങൾ കണ്ടു, വസമിഅനാ, ഞങ്ങൾ കേട്ടു, അതുകൊണ്ട് ഞങ്ങൾ ഇതാ ഇപ്പോൾ നഅമൽ സാലിഹൻ സൽക്കർമ്മങ്ങൾ ചെയ്തേക്കാം, ഇന്നാ മൂഖിനൂൻ, ഞങ്ങൾക്കിപ്പോൾ ഇതാ ദൃഢജ്ഞാനം വന്നിരിക്കുന്നു. അപ്പൊ പറയുകയാ, ഇന്നത്തെ ഈ ദിനത്തിൽ എന്നെ കണ്ടുമുട്ടുമെന്നുള്ള കാര്യം നിങ്ങൾ മറന്ന കാരണത്താൽ എന്നെ നിങ്ങൾ മറന്നതിനാൽ ഞാൻ നിങ്ങളെയും മറക്കുകയാ. ആരാ മറയുന്നതെന്നറിയുമോ? വിശുദ്ധ ഖുർആനിലൂടെ റബ്ബുൽ തആല പറയുകയാ, അതുകൊണ്ട് ഈ ദുനിയാവെന്ന് പറയുന്നത് ഇവിടെ വെച്ചുകൊണ്ട് പാലിച്ചോ, അവന് മാത്രമേ നാളെ പാരത്രിക ലോകത്ത് രക്ഷയുള്ളൂ. അതിനാണ് ഇവിടെ സംഘടനകൾ, അതിന് വേണ്ടിയാകണം സംഘടനകൾ, അല്ലാതെ പരസ്പരം വിശേഷങ്ങൾ വിളക്കിവിടാനല്ല, മനുഷ്യരെ തമ്മിലടിപ്പിക്കാനല്ല. സമസ്തയുടെ ക്ഷണിക്കുന്നത് ഐക്യത്തിന്റെ പാണ്ഡാവിലേക്കാണ്, സഹവർത്തിത്വത്തിന്റെ മണ്ഡലങ്ങളിലേക്കാണ്, സ്നേഹത്തിന്റെ യഥാർത്ഥമായ ഭൂമികയിലേക്കാണ്. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്നാ ഇത്തിബാഅ വഅരിനൽ ബാതില ബാതിലൻ വർസുഖ്നാ ഇജ്തിനാബ. അല്ലാഹുവേ, സത്യം സത്യമായി മനസ്സിലാക്കുവാൻ, അസത്യം അസത്യമായി വർത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ സദസ്യം ഞങ്ങളിൽ നിന്നുകൊണ്ട് കബൂലാക്കണേ അല്ലാഹ്. ഒരുപാട് സുഹൃത്തുക്കൾ ഇതിന് വേണ്ടി സഹായിച്ചവരുണ്ട്, അല്ലാഹുവേ, ഇതിന് വേണ്ടി പ്രയത്നിച്ചവരുണ്ട്. അവരുടെ പ്രയത്നങ്ങളൊക്കെ കബൂലാക്കണേ അല്ലാഹ്. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സുഹൃത്തുക്കളുണ്ട്, ഞങ്ങളുടെ മാതാപിതാക്കൾ രോഗികളാണ്, മക്കൾ രോഗികളാണ്, ഇണകൾ രോഗികളാണ്. പക്ഷേ അവരുടെ രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തണേ അല്ലാഹ്.
മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്, സ്ഥാനബന്ധുക്കളുണ്ട് റബ്ബേ, അവരുടെ ഖബറിടം നീ സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാഹ്.